രണ്ട് എക്സാം ആണല്ലോ ഉള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അപ്പോൾ ഞാൻ പാർട്ട് 2 ആണ് ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്. പാർട്ട് 2 എഴുതിയിട്ട് സെമി ക്വാളിഫൈഡ് ആയതിനു ശേഷമാണ് ഞാൻ സീഡ് ക്യാമ്പസിൽ എത്തുന്നുള്ളത്. ഇപ്പോൾ സീഡ് ക്യാമ്പസ് ഒരു ബിഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു എനിക്ക്. ഇപ്പോൾ സെമി ക്വാളിഫൈഡ് ആയതിനു ശേഷം ഇവിടെ അക്കാദമിക് മെൻറ്ററായിട്ട് ജോയിൻ ചെയ്തു. അതിനൊപ്പം തന്നെയാണ് ഞാൻ ഈ പാർട്ട് 1 പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഓൾ ഇന്ത്യ ടോപ്പർ എന്ന ടൈറ്റിൽ സീഡ് ക്യാമ്പസിനും വലിയ റോളുണ്ട്. കാരണം ഞാൻ അപ്പോൾ അക്കാദമിക് മെൻറ്ററിങ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ CMA USA ബാച്ചിനാണ്. അവരുടെ പാർട്ട് 1 ഡൗട്ട് ക്ലിയറൻസ് സെഷനും റിവിഷൻ സെഷനെല്ലാം വെച്ചിട്ട് മെൻറ്ററിങ് ചെയ്തതോടൊപ്പം എൻ്റെ നോളജും കൂടുതലാണ്. ആ ഒരു ചൊല്ലുണ്ടല്ലോ, നമ്മൾ അറിവ് പകർന്ന് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അറിവും കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെൻറ്ററിങ്ങിലൂടെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇത്രയും നല്ലൊരു സ്കോർ എനിക്ക് നേടിത്തരാൻ വലിയ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ CMA USA കഴിഞ്ഞ ആസ് എ ഫ്രഷർ എന്ന രീതിയിൽ ഇതെനിക്ക് ബിഗ് പ്ലാറ്റ്ഫോമാണ്. എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു സർട്ടിഫിക്കേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ സർട്ടിഫിക്കേഷനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട കാര്യമാണ് എന്ത്, ഓൾറെഡി സർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എക്സ്ട്രാ വേണ്ടതാണ് സ്കിൽസ്. അപ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കായാലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ എനിക്ക് സീഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്.